ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് ബീട്രൂട്ട് പച്ചടി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബീട്രൂട്ട് 1/4 കിലോ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണ്, വലുതാണെങ്കിൽ ഒറ്റ മതി. അപ്പോൾ ഇനി ഇത് മുഴുവനായിട്ടൊന്ന് തോല് ചെത്തിയെടുക്കണം. നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ഞാൻ തോല് ചെത്തുന്നത്. ഓണമൊക്കെ അല്ലേ വരുന്നത്, സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് ബീട്രൂട്ട് പച്ചടിയൊക്കെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാനത് തോല് മുഴുവനായിട്ടും ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്ററിൻ്റെ ചെറിയ ഭാഗത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് അതിലിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് സിമ്മിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ വേവിക്കുന്നത്. അത് സിമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത്, ലോ ഫ്ലെയിമിലിട്ടിട്ട്. അതൊരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ലപോലെ ആയി വന്ന് ഞാൻ നോക്കിയപ്പോൾ ഒന്നും വെന്തിട്ടില്ല, ഒന്നും കൂടി വേകണം. ബീട്രൂട്ടിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ലപോലെ വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പുണ്ടാക്കിയെടുക്കാം. അതിന് ഞാനൊരു ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുറിൻ്റെ പകുതി തേങ്ങ എടുത്തിരിക്കുന്നത്. തേങ്ങ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് കടുക് ഇടുന്നുണ്ട്. കടുക് കൂടിപ്പോണ്ട. പിന്നെ ഒരു തുണ്ട് ഇഞ്ചി ഇടുന്നുണ്ട്. ഇഞ്ചി ബീട്രൂട്ട് ഉപ്പേരിയോ പച്ചടിയൊക്കെ വെക്കുമ്പോൾ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്. ഇതിൽ ഞാൻ പച്ചമുളക് ഇടുന്നില്ല. പച്ചമുളക് ഇട്ടിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനേക്കാട്ടും ടേസ്റ്റ് തോന്നിയ കുരുമുളക് ഇട്ടപ്പോഴാണ്. എന്നിട്ട് ഞാൻ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം കേട്ടോ. ഞാൻ പച്ചമുളക് ഇട്ടില്ല. എന്നിട്ട് നമ്മൾ അരപ്പ് അതിൽ ഒഴിച്ചതിന് ശേഷം അത് നല്ലപോലെ തേങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെയാണ്. നല്ലപോലെ ഒന്ന് വറ്റിച്ച് വേവിച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ പച്ചടിയിൽ. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പ് തൈര് എടുത്ത് നല്ലപോലെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. തേങ്ങൻ്റെ കൂട്ട് വെന്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ തൈര് ഒഴിച്ചത്. തൈര് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്കൊരു വറവിടാം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ. ഇനി അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഇട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 വറമുളക് നല്ല നടുകീറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ താളിപ്പ് പച്ചടിയിലേക്ക് ഒഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ അമ്മായിമ്മ മരിച്ചിട്ട് കാരണം കൊണ്ട് ഒരുപാട് ഓണത്തിന് വീഡിയോസൊക്കെ ഒരുപാട് ഇടണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അത് പറ്റിയില്ല. പറ്റണ പോലത്തൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.